നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും മറക്കുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും മറക്കുന്നുണ്ടോ? എന്താണ് അവരുടെ മനസ്സിൽ? എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? രഹസ്യമുണ്ടോ? അത് നിങ്ങളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം. അവരുടെ മനസ്സിൽ എന്തെങ്കിലും മറക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് നോക്കാം. എന്താണ് അവർ മറക്കുന്നത്? ഓക്കെ, ലെറ്റ്സ് സീ. ഞാൻ റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഞാൻ ഈ ഡെക്ക് എടുക്കാൻ ആലോചിച്ചപ്പോൾ തന്നെ ഈ ഡെക്ക് ഞാനിവിടെ ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഡെക്സ് ഉണ്ട്, ഞാനിതിൽ നിന്ന് ചൂസ് ചെയ്ത് എടുക്കുക ചെയ്യാം. അപ്പോൾ ഇതെടുത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ വന്ന പിക്ചർ ഈ കാർഡായിരുന്നു ആദ്യം. അത് തന്നെ ഇപ്പോൾ എടുത്തപ്പോൾ വന്നു. ഞാൻ ഒന്നും ആലോചിച്ചിട്ടല്ല, പക്ഷെ ഈ ഒരു പിക്ചർ ഞാൻ ഇതിൻ്റെ ഈ ഡെക്കിൻ്റെ പിക്ചേഴ്സിനെ കുറിച്ച് എൻ്റെ മൈൻഡിൽ വന്നതാണ്. ആ മൈൻഡിൽ വന്നപ്പോൾ ആദ്യം വന്ന പിക്ചർ ഇതായിരുന്നു. എൻ്റെ അത് തന്നെ ഇപ്പോൾ ഫസ്റ്റ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം നമുക്ക്. ചില കാര്യങ്ങൾ നമ്മൾ യൂണിവേഴ്സിൻ്റെ എവിടേക്കോ കണക്ഷൻസ്, അത് ഞാൻ അത് ഷെയർ ചെയ്യണം. ആ ഒരു എൻ്റെ ഒരു എന്താണ് ഈ പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് 7 of Pentacles? ഓക്കെ, എംപ്രസ്, 10 of Cups, Chariot, 6 of Cups, Temperance, Knight of Swords, the Fool card, Ace of Cups, 3 of Pentacles, Queen of Pentacles, 8 of Pentacles, 9 of Pentacles. Wow, Devil. 8 and 9 of, ഇവിടെ 7 of Pentacles ആയിരുന്നു ആദ്യം. 8 of Pentacles ഉണ്ട്, 9 of Pentacles ഉണ്ട്. ഓക്കെ, സീക്വൻസ് ആണ്. സോ എവിടേക്കോ ചില നമ്മുടെ പ്രോഗ്രഷൻ്റെ കാര്യമാണ് കാണിക്കുക. ഓക്കെ, ഓക്കെ, ഇവിടെ ആദ്യം എനിക്ക് തോന്നിയ ഫസ്റ്റ് സിറ്റുവേഷൻ ഞാൻ പറയാം. അവരെ മറക്കുന്ന കാര്യമാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? അവരെന്താ ഹൈഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഹൈഡ് ചെയ്യുന്ന കാര്യം, അവർ ഓൾറെഡി മാരീഡ് ആണ് എന്ന് ചിലവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. മേ ബി ചിലവർ കേട്ടോ, എല്ലാവരും അല്ല, കുറച്ച് പേര് ഓപ്പണായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല മാരീഡ് ആണ് എന്നുള്ളത്. അല്ലെങ്കിൽ ആ മാരേജ് സിറ്റുവേഷനെ കുറിച്ച് ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയായിരിക്കാം. ഓക്കെ, ഇവിടെ കാണുന്നത് 7 of Pentacles എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രോത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അതിൻ്റെ ഒരു വിളവെടുപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വെയിറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഒരു ഗ്രോത്ത് കാണാൻ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, കുറച്ച് സമയം എടുക്കുന്നുണ്ട് എന്ന രീതിക്ക്. ഇവിടെ 10 of Cups ആണ്, ഫാമിലിയാണ്. ഫാമിലി, സന്തോഷങ്ങൾ, ഹാപ്പിനെസ് എന്ന രീതിയിൽ പറയാം. Chariot, 6 of Cups. ഓക്കെ, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ റിലേഷൻഷിപ്പിൽ, അതായത് അവരുടെ ആ ലൈക്ക് മാരേജിൽ, എനിക്ക് ഇത് മോസ്റ്റ്ലി ഇവിടെ ഒരു മാരീഡ് സിനാരിയോ ആണ് എനിക്ക് തോന്നുന്നത്. സോ അവർ ആ മാരീഡ് ആണെങ്കിൽ അവർ ആ പേഴ്സൺ, അത് ഹസ്ബൻഡ് ആവാം, വൈഫും ആവാം, രണ്ട് രീതിയിൽ. നിങ്ങളുടെ പേഴ്സൺ മെയിലും ആവാം, ഫീമെയിലും ആവാം, ഏത് തന്നെ ആയാലും അവരുടെ ഫാമിലിയിലേക്ക് അവർ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അവിടെ ഒരു ഗ്രോത്ത് അവർക്കില്ല എന്ന് വേണം എനിക്ക് പറയാൻ. കാരണം ആദ്യം തന്നെ വന്നത് നമുക്ക് 7 of Pentacles നമ്മൾ ഗ്രോത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗ്രോത്ത് ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ്. സോ ആ റിലേഷൻഷിപ്പിൽ ഐ തിങ്ക് ഒരു ഗ്രോത്ത് ഇല്ല. ഓക്കെ, അവർ മുൻപ് ഹാപ്പിയൊക്കെ ആയിരുന്നു, ഹസ്ബൻഡ് വൈഫായിട്ട് അവർ ഓക്കെ ആയിരുന്നു, ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് മാറിപ്പോവാൻ ആലോചിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചാരിയറ്റ് കാർഡാണ് ഇവിടെ. ഓക്കെ, ചാരിയറ്റ് അവർ അവിടുന്ന് വിട്ടുമാറി പോകണം എന്ന രീതിക്കുള്ളൊരു ചിന്തയാണ് എനിക്ക് കാണുന്നത്. കാരണം ഇവിടെ 6 of Cups ഉണ്ട്, മിസ്സിങ് എനർജി ആണ്. അപ്പോൾ മിസ്സിങ് എനർജി, ഇവരിപ്പോൾ ഫാമിലി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവരെ മിസ് ചെയ്യില്ലല്ലോ. അപ്പോൾ മിസ്സിങ് എനർജി നിങ്ങളെ ആയിരിക്കും, അല്ലേ? അപ്പോൾ നിങ്ങളെ അവർ മിസ് ചെയ്യുന്നു എന്ന രീതിക്കാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിൽ പറയാം. ഓക്കെ,
ആൻഡ് ഇവിടെ ടെമ്പറൻസ്. അപ്പോൾ അവരുടെ ഇമോഷൻസ് ഒന്ന് ലൈഫിനെ ബാലൻസ് ചെയ്യാൻ അവർ ശ്രമിക്കുകയാണ് എന്ന് പറയാം. അവരുടെ ആ ഫാമിലി ലൈഫും നിങ്ങളെയും തമ്മിലായിരിക്കും. അവരുടെ ഇമോഷൻസിനെ അവരൊന്ന് ബാലൻസ് ചെയ്ത് അവർ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. രണ്ട് സിറ്റുവേഷനും അവർ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുകയാണെന്ന് പറയാം. നൈറ്റ് ഓഫ് സോർട്സ് ആണ്. എനിക്ക് തോന്നുന്നു അവരിങ്ങനെ ഇടയ്ക്ക് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുമ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും. ഓക്കെ, അവർ വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരും. കാരണം നിങ്ങളെ അവർ മിസ് ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, ആ സമയത്ത് അവർ വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് തന്നെയാണ്. ആൻഡ് ഫുൾ ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കത്തിൻ്റെ കാര്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഇതും പറയാം, ആക്ച്വലി അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നും പറയാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ശരിക്കും ഒരു പ്രോപ്പർ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ഒരു മാരേജിൽ വരെ എത്തിക്കാനും ആ രീതിക്ക് മുന്നോട്ട് പോകണം എന്നും പറയാം. കാരണം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളെ കൂടെ വേണം എന്ന രീതിക്കാണ് കാണുന്നത്. ആക്ച്വലി അങ്ങനെയും പറയാം. ആൻഡ് ഇവിടെ തേർഡ് പാർട്ടി നമുക്ക് ക്വീൻ ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. സോ മേ ബി യെസ്, ഞാൻ പറഞ്ഞ പോലെ അവർ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഫാമിലി ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവാം. ആ ഒരു സിനാരിയോ ഇവിടെ ഉണ്ട്. ത്രീ ഓഫ് പെന്റക്കിൾസും ഉണ്ട് ഇവിടെ. സോ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി എനർജി ഉണ്ട്. അത് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഗ്രോത്ത് ഇല്ല ആൻഡ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നും പറയാം. അല്ലെങ്കിൽ നിങ്ങളുമായിട്ടും ശരിക്കും അവരൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിയിൽ അവർ ആഗ്രഹിക്കുന്നതായിട്ട്. പക്ഷെ ഇപ്പോൾ അവർ തൽക്കാലം രണ്ടും തമ്മിൽ മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നൈറ്റ് ഓഫ് സോർട്സ് ഉണ്ട്. അവർക്കൊരു ആക്ഷൻ എടുത്ത് എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ട്. പക്ഷേ ആൻഡ് ഫുൾ കാർഡും ഉണ്ട് ഇവിടെ. സോ ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ശരിക്കും ഒരു പുതിയ തുടക്കം വേണം. അതായത് അവരുടെ ലൈഫിന് തന്നെ ഒരു പുതിയ തുടക്കമായിട്ട് അവർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് ആണ്. വളരെയധികം സ്ട്രോങ് ഫീലിങ്സ് ആണ് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അവരുടെ ലൈഫ് അവർ ഹാപ്പി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ത്രീ ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ തേർഡ് പാർട്ടി എനർജിയാണ്. അതായത് ഇപ്പോൾ ആരുടെയെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം അവർ ആ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവരുടെ മൈൻഡ് ഇപ്പം നിങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്ന രീതിയിൽ അങ്ങനെയൊക്കെയാണ് കാണുന്നത്. കാരണം തേർഡ് പാർട്ടി ഐ തിങ്ക് അവരുടെ അടുത്തുള്ളത് ഒരു മണി മൈൻഡോടെയാണ്. ഓക്കെ, അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അഗെയിൻ 7 ഓഫ് പെന്റിക്കിൾസ്, 8 ഓഫ് പെന്റിക്കിൾസ്, 9 ഓഫ് പെന്റിക്കിൾസ്. അഗെയിൻ മണിയുടെ കാര്യമാണ്. സോ നിങ്ങളുടെ തേർഡ് പാർട്ടി, നിങ്ങളുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടി പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ. ഓക്കെ, അത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ടാവും. ഡെവിൾ ഉണ്ട് ഇവിടെ. ഡെവിൾ എന്ന് പറയുമ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റ് കാര്യം നമുക്ക് പറയാം. അതായത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ദാറ്റ് ഇതൊരു നെഗറ്റീവ് അറ്റാച്ച്മെൻ്റ് ആണ് എന്നുള്ളത്, നെഗറ്റീവ് ആണ് അവിടെ ആ റിലേഷൻഷിപ്പ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതിപ്പോൾ തേർഡ് പാർട്ടി മാരീഡ് ആവണമെന്നില്ല കേട്ടോ. ഓക്കെ, മാരീഡ് അല്ലാതെ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ അവർ മണിക്ക് പൈസ, ഫാമിലിയും ആവാം ചിലവർ. ഫാമിലി എന്ന് പറയുമ്പോഴും ചില സമയത്ത് നമ്മുടെ ഒരു ആ പൈസ കിട്ടുന്ന ഒരു ബെനിഫിറ്റിന് വേണ്ടി അവർക്കും അങ്ങനെ ആലോചിക്കുന്നുണ്ടാവാം. അല്ലാതെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന രീതിയിലല്ല, അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ട് ദാറ്റ് ഇവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് പോവാണ്. നിങ്ങളുടെ പേഴ്സൺ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. റിലേഷൻഷിപ്പിലായാലും ജോലി ചെയ്തിട്ട് പൈസ കൊണ്ടുവരുന്ന കാര്യത്തിലായാലും എന്ത് തന്നെയായാലും അവർ ആഗ്രഹങ്ങൾ, തേർഡ് പാർട്ടിയുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കലാണ്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ എല്ലാ ആഗ്രഹവും അവർ നടത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിഷസ് എന്ന് പറയും. 9 ഓഫ് പെന്റിക്കിൾസ് നമ്മൾ വിഷിൻ്റെ കാര്യം പറയും. അപ്പോൾ തേർഡ് പാർട്ടിക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതെല്ലാം നിങ്ങളുടെ പേഴ്സൺ ചെയ്തു കൊടുക്കും. ഓക്കെ, അവർ ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടുന്ന പൈസ മുഴുവൻ ഈ തേർഡ് പാർട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അതൊരു തരത്തിലൊരു നെഗറ്റീവ് ഇതാണ്. ഡെവിളാണ് ഇവിടെ. ആ തേർഡ് പാർട്ടി ഇവരെ യൂസ് ചെയ്യാണ് എന്നുള്ളത് എവിടെയെങ്കിലും നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ 3 ഓഫ് വോൺസും ഉണ്ട്, 3 ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി തേർഡ് പാർട്ടിയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഓപ്ഷൻസ് എന്ന രീതിയിൽ കാണുന്നത് 7 ഓഫ് കപ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു ഓപ്ഷനായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ തേർഡ് പാർട്ടി അവരെ ഒരു ഓപ്ഷനായിട്ട് മാത്രമാണ് കാണുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ അവരുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടി മാത്രമാണ് അവർ ആ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരാൻ നിങ്ങളുടെ വ്യക്തി ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റിസ് ഇവിടെ കാണുന്നുണ്ട്. എനിവേ കൂടുതൽ ഇതിലേക്ക് പോകണ്ട നമുക്ക്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തൽക്കാലം മറയ്ക്കുന്നത് ഈ ഒരു സത്യമാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ മുമ്പിൽ അവർ കാണിക്കുന്നുണ്ടാവും ദാറ്റ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തേർഡ് പാർട്ടിയെ കുറിച്ച് തന്നെ അറിയില്ലായിരിക്കാം. അല്ല, അറിയുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് അവരുടെ സത്യാവസ്ഥ, അതായത് അവിടെ അവർ പെട്ട് നിൽക്കുന്നതായിട്ട് ഒരു ഡെവിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ശരിക്കും സ്റ്റക്കായൊരു ഇതാണ്. എന്ന് വെച്ചാൽ അതിൽ തേർഡ് പാർട്ടിയുടെ അടുത്ത് ഒന്ന് പെട്ടുപോയി എന്ന രീതിയിൽ പറയാം. ഓക്കെ, ആ രീതിയിലുള്ള ഒരു ഇതാണെന്ന് നിങ്ങളോട് പറയുന്നുണ്ടാവില്ല. അത് മറയ്ക്കുന്നുണ്ട് അവർ. ഓക്കെ, അത് ഹൈഡ് ചെയ്യാണ് അവർ ആ കാര്യം. നിങ്ങളോടുള്ള ഫീലിങ്സും ഹൈഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളോട് ഈ ഇത്രയൊക്കെ നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു ഫാമിലി വേണം എന്ന രീതിയിലൊക്കെ ഉള്ളത്, അതൊന്നും അവർ നിങ്ങളോട് തുറന്ന് പറയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്താ നിങ്ങളുടെ പേഴ്സൺ മറക്കുന്നത് നോക്കാം. കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാം.
അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് ഇല്ല എന്നുള്ളത് മറക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വളരെ ഹാപ്പി ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ടാവും, ഹാപ്പിയാണ് ഞങ്ങൾ എന്ന് കാണിക്കുന്നുണ്ടാവാം, പക്ഷെ അത് നുണകളാണ്, അത് സത്യമല്ല. ഓക്കെ, അതൊരു ഡബിൾ ഇല്യൂഷൻ ആണ്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ അവിടെ ഹാപ്പി അല്ല. ഹൈ പ്രീസ്റ്റസ് അഗൈൻ തേർഡ് പാർട്ടി കാർഡാണ്. 3 ഓഫ് സോർഡ്സ് ഹാർട്ട് ബ്രേക്കിന്റെ ആണ്. യെസ്, അഗെയിൻ 7 ആണ്. 7 നമ്പർ 9 ഓഫ് കപ്സ്. യെസ്, അവര് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളാണ് അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ്, നിങ്ങളാണ് അവരുടെ ഒരു ആഗ്രഹം, ഡ്രീം നിങ്ങളാണ്. ഓക്കെ, ആൻഡ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർ എൻഡ് ചെയ്ത്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ചെയ്ത് ആ ഒരു ഡെവിൾ ഒരു ചിലപ്പോൾ ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ ഉണ്ടാവാം. ഓക്കെ, ആ ബ്ലാക്ക് മാജിക് എനർജി ഉണ്ടാവാം, അത് അവർക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഓക്കെ, ഞാൻ പറയുന്നത് മാത്രം, അവിടെ അവര് ഒരു തേർഡ് പാർട്ടി അവരെ പലതരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്ത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഡെവിൾ കാർഡ് വീണ്ടും വീണ്ടും എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്, ഹൈ പ്രീസ്റ്റസും കൂടിയിട്ട്. ആൻഡ് 3 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ അവിടെ ഹാർട്ട് ബ്രേക്ക് അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളോടാണ് ഫീലിങ്സ് ഉള്ളത്. അവര് ഒരു സ്റ്റാൻഡ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ അടുത്ത് ഒരു സ്റ്റാൻഡ് എടുത്ത് അതിനെ ഉപേക്ഷിച്ച് വരണം എന്ന രീതിയിൽ അവരുടെ മനസ്സിൽ ഫീലിംഗ് ഉണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. കാരണം ആരുടെ അടുത്തേക്കാണ് വരിക എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അടുത്തേക്ക്. കാരണം 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ആഗ്രഹം, വിഷ് എന്ന രീതിയിൽ പറയും. ആ ആഗ്രഹം അവർക്ക് നിങ്ങളാണ്, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണ്. യെസ്, അഗൈൻ എംപറർ. ഓക്കെ, നിങ്ങളെ മാരേജ് ചെയ്യണം എന്ന രീതിയിലാണ് അവരുടെ മനസ്സിൽ. പക്ഷെ ഇപ്പൊ അവർ സ്റ്റക്കാണ് അവിടെ. ഓക്കെ, ഇപ്പൊ അവർ ആ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസിലാണ്. ഇന്ന് പുറത്ത് വരാൻ അവർ ശ്രമിക്കും എന്ന രീതിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് മറക്കുന്നത് ഈ സത്യങ്ങളാണ്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ അവർ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, അവർ കാണിക്കുന്നത് ഓ ഞാൻ വലിയ ഹാപ്പിയാണ് എന്ന രീതിക്കാണ്. പക്ഷെ അവിടെ ഇതൊന്നുമല്ല സത്യം. ഓക്കെ, അവിടെ പലതും ഹിഡൻ ഉണ്ട്. ഡെവിൾ കാർഡ് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. അവിടെ പല കാര്യങ്ങളും മറന്നിരിക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ല. ഓക്കെ, നിങ്ങളോട് പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അത് ക്ലിയർ ആയിട്ട്. അവരുടെ മനസ്സിൽ അവർക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, അവർക്ക് വിഷമങ്ങളുണ്ട്, അതൊന്നും നിങ്ങളെ അവർ അറിയിക്കുന്നില്ല. ഓക്കെ, അതാണ് ഇവിടെ അവർ മറക്കുന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സും മറക്കുന്നുണ്ടാവാം, ആൻഡ് അവരുടെ സത്യാവസ്ഥകൾ അവർ മറക്കുന്നുണ്ട്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർ ശ്രമിക്കും എന്ന് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിൽ നിന്ന് ഒന്ന് പുറത്തു വരാനുണ്ട്. പക്ഷെ നമുക്ക് ഈ ഡെക്കുന്ന ലേശം കുറച്ച് കാർഡ്സ് കൂടി കൺഫേം ആയിട്ട് വരുമോ നോക്കാം. റിപ്പീറ്റ് വന്നാൽ നമുക്കറിയാം. ഓക്കെ, ഈ ഡെക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക് സോ. യെസ്, ഹാപ്പിനെസ് ഈസ് മൈ പ്രയോറിറ്റി. 3 ഓഫ് കപ്സ്. Do you even care? I'm coming. Trust. If I follow you, I could lose everything. അതാണ് ഒരു പേടി. Yes, again. I'm a very jealous person. Time to ground yourself. Okay, നിങ്ങൾക്കുള്ള advice. Please give me time. I've never felt this way before. Think before you act. And Ace of Wands ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങൾക്കുള്ള അഡ്വൈസസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതൊക്കെ ഇങ്ങനത്തെ കാർഡ്സ് ഐ തിങ്ക് നിങ്ങൾക്ക് ഉള്ള മെസ്സേജുകളാണ് യൂണിവേഴ്സിന്റെ. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും നിങ്ങളായിട്ടൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ആലോചിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യാം. ഓക്കെ, ആൻഡ് ഐ തിങ്ക് സോ. യെസ് ഉണ്ട്, ആൻഡ് യെസ് വൺ മോർ ടൈം ഉണ്ട്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊരു യെസ് ആൻസർ ആയിട്ട് എടുത്തോളൂ. ഓക്കെ, 2 തവണ യെസ് പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവോ എന്ന് ചോദിച്ചാണെങ്കിൽ യെസ് ആണ്. വിട്ടു പോകണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനും യെസ് ആണ്. തേർഡ് പാർട്ടിയെ വിട്ട് വരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ യെസ് ആണ്. എന്ത് തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഒരു ക്വസ്റ്റൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 2 യെസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താ ചോദിച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ എടുത്തോളാം. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ എന്താണോ നടക്കുന്ന ഒരു കാര്യം അതിനെക്കുറിച്ചുള്ള ഒരു ആൻസർ ആയിട്ട് എടുത്തോളൂ. ഹാപ്പിനെസ് ഈസ് മൈ പ്രയോറിറ്റി. ഇത് നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുമായിട്ടൊരു സന്തോഷം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി അവർ ശ്രമിക്കും എന്ന രീതിക്ക് നമുക്ക് പറയാം. ഡു യു ഈവൻ കെയർ? ഇത് അവർ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പോഴും അവരോട് കെയർ ഉണ്ടോ എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. മേ ബി നിങ്ങൾ ഇപ്പോൾ അവരെയൊക്കെ അറിയാത്ത പോലെയൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നതായിരിക്കാം പേഴ്സണിനോട്. ദാറ്റ് പേഴ്സൺ വളരെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ചോദിക്കുന്നതായിരിക്കാം. നിങ്ങൾ ഡു യു ഈവൻ കെയർ എന്ന നിങ്ങളുടെ ചോദ്യമായിരിക്കാം. ഓക്കെ,
ഐ ആം കമ്മിങ്, ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ പറയുന്നുണ്ട് യെസ്, കെയർ ചെയ്യുന്നുണ്ട്, അവർ വരും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇഫ് ഐ ഫോളോ യു ഐ കുഡ് ലൂസ് എവറിത്തിങ്. പക്ഷേ നിങ്ങളുടെ പേഴ്സണിന്റെ പേടി എന്താന്ന് വെച്ചാൽ അവരിപ്പോ എന്തെങ്കിലും ആക്ഷൻ എടുത്ത് അവർ ആ സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് വന്നാൽ അവർക്ക് ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി അവർക്ക് ഉണ്ട്. ഓക്കെ, ആൻഡ് ഐ എം എ വെരി ജെലസ് പേഴ്സൺ എന്ന് പറയുന്നത്. ആക്ച്വലി അവർക്ക് നിങ്ങൾ വേറെ മൂവ് ഓൺ ചെയ്യണതോ ഇഷ്ടമല്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരാനൊക്കെ ആഗ്രഹിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ മിസ് ചെയ്തിട്ട് കുറച്ച് അവർ സൈലന്റ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് ഓടി ഓടി വരുന്നുണ്ട്. ഓക്കെ, അവർ ജെലസ് ആവുന്നുണ്ട്. നിങ്ങൾ വേറെ എന്തെങ്കിലും ആരുടെയെങ്കിലും കൂടെയാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് സഹിക്കൊന്നുമില്ല, അവർ ജെലസ് ആണ്. ഓക്കെ, ടൈം ടു ഗ്രൗണ്ട് യുവർ സെൽഫ് നിങ്ങളോട് പറയുന്ന ഇതായിട്ട് എടുത്തോളൂ. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പൊ തൽക്കാലം നിങ്ങൾ പീസ്ഫുൾ ആയിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക. ഓക്കെ, അവര് എന്താ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കാൻ പോവാതിരിക്കുക. ഓക്കെ, പ്ലീസ് ഗിവ് മീ ടൈം, ഐ ഹവ് നെവർ ഫെൽറ്റ് ദിസ് വേ ബിഫോർ. അവർക്ക് നിങ്ങളോട് അത്രയും സ്നേഹം ഉണ്ട് ശരിക്കും, അവർ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അല്പം കാത്തിരിക്കേണ്ടി വരും, കാരണം അവർക്കൊന്ന് ഹീലാവാനുള്ള ടൈം വേണം. ആൻഡ് അവര് ചിലപ്പോൾ അവര് സത്യാവസ്ഥകൾ അവർ നിങ്ങളോട് പറയുന്നില്ല. അപ്പൊ അതൊക്കെ ഒന്ന് അതിനെ അവിടുന്ന് വിട്ടു വരാൻ അവർക്കൊരു സമയം എടുക്കും അല്ലെ, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വരാനൊക്കെ സമയം എടുക്കും. മേ ബി അവരായിരിക്കാം ഇത് എന്താ പറയുക പ്ലാനിങ് ചെയ്യുന്നത്. തിങ്ക് ബിഫോർ യു ആക്ട് എന്ന് അവർ ഒന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്ത് ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയാം. ആൻഡ് ഏസ് ഓഫ് വോൺസും ഉണ്ട്, ഇത് 3 ഓഫ് വോൺസിന്റെ ആണ്. ഓക്കെ, പ്ലാനിങ്ങിന്റെ കാര്യം നമ്മൾ പറയാറുണ്ട്. സോ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം വരാനുള്ള വരണം എന്ന ആഗ്രഹം ഉണ്ട്, അതിനുള്ള പ്ലാനിങ് അവർ ചെയ്യുന്നുണ്ട്. ഏസ് ഓഫ് വോൺസ് ന്യൂ ബിഗിനിങ് ആണ് പറയുക. ആൻഡ് ഏസ് ഓഫ് സോഡ്സും ആണ്. അവർ നിങ്ങളോട് പറയുന്നത് അവരെ ഒന്ന് ട്രസ്റ്റ് വെക്കാനാണ് പറയുന്നത്. ഓക്കെ, യു മേക്ക് മൈ ഹാർട്ട് ഫുൾ എന്നും പറയുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് അവർ പറയുന്നത് അവര് അത്രയും സന്തോഷം ഫീൽ ചെയ്യുന്നു നിങ്ങളുടെ കൂടെ ഉള്ളപ്പോ എന്നാണ് പറയുന്നത്. സോ തീർച്ചയായിട്ടും അവർ വരും എന്നാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ലേശം അവർക്ക് കാര്യങ്ങളൊന്ന് സിറ്റുവേഷൻ ഒന്ന് ശരിയാക്കാനുണ്ട്. തേർഡ് പാർട്ടി ഉണ്ട്, അതിപ്പോൾ ഫാമിലി ആവാം അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സോ ആരെങ്കിലും ചിലപ്പോൾ ഇടയിലുള്ള, അങ്ങനെയല്ല എനിക്ക് തോന്നുന്നു കൂടുതലും ഒന്നുകൂടി ഫാമിലി അല്ലെങ്കിൽ മാരേജ്, രണ്ടിലൊന്നേ ആവുള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വേണം അവർക്ക് വരാൻ. എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ ആ സമയത്ത് നിങ്ങൾ അവനവനെ ബാലൻസിൽ വെക്കാം. ഓക്കെ, നിങ്ങൾ അവനവന്റെ കാര്യം ഒരു ബാലൻസിൽ വെക്കുക, ഒരുപാട് ഇമോഷണൽ ഒന്നും ആവരുത്. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.